ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കുട്ടന്മാരും താറാൻകുട്ടന്മാരുമായിട്ടുള്ള കുറച്ച് സമയമാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു വരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ പേരുണ്ട്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പ്ലീസ് ലൈക്ക് ചെയ്യാനും ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് മറന്നു പോകും. അപ്പോൾ അതേ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇച്ചിരി വലിയ ഏരി തന്നെയാണ്. ചെറിയ കോഴിക്കോടൊന്നുമല്ല, ഇച്ചിരി വലിയ ഏരി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ബോക്സിൻ്റെ അകത്ത് എന്താ സംഭവം എന്ന് വെച്ചാൽ 4 മുട്ട കിടപ്പുണ്ട്. ഈ കോഴികൾ വന്ന് ഈ ബോക്സിനകത്താണ് മുട്ടയിട്ട് വെക്കുന്നത്. അപ്പം മേളിലൊക്കെ നിറച്ച് നെറ്റൊക്കെ ഇട്ട് അങ്ങനെ ചെയ്ത് കുറച്ച് നാളത്തേക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ പുറത്തേക്ക് വിടാതെ തന്നെയായിരുന്നു നമ്മൾ കോഴികളെ. ഇതിൽ കൂടുതൽ കോഴികളുണ്ടായിരുന്നു. ഒരു 10-25 കോഴിയൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം നമ്മൾ പുറത്തേക്ക് വിടാതെ ഇതിലേക്ക് തന്നെ എല്ലാം ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതുപോലെ തീറ്റ ഇതുപോലത്തെ പാത്രത്തിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീറ്റ അതിങ്ങ് കൊട്ടിക്കളയത്തുമില്ല, അതിൻ്റെ തപ്പിയൊന്നും ഇടില്ല, ചിക്കി മാതി കളയത്തൊന്നുമില്ല. ഇത് കണ്ട ഈ പാത്രം നല്ല തൂക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങ് കൊത്തി കൊത്തി തിന്നോളും. ഒട്ടും വേസ്റ്റാക്കി കളയല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് അതിങ്ങ് കുത്തുമ്പോൾ താഴത്തേക്ക് ഓരോ 2 മണിയൊക്കെ താഴ്ത്തു പോകണമല്ലാണ്ട് ഒട്ടും വേസ്റ്റ് ആവാതെ അങ്ങ് ഫുള്ളായിട്ട് കഴിച്ചോളും. അപ്പം ചില സമയം നമുക്ക് അത്യാവശ്യം എവിടെയെങ്കിലും 2 ദിവസം എവിടെയെങ്കിലും പോകണം, അല്ലെങ്കിൽ 1 ദിവസം എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചാൽ അതിനകത്ത് കൂടുതൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കോഴിക്ക് സ്ഥിരമായിട്ട് അതിൻ്റെ ഫുഡ് ഉണ്ടാകുകയും ചെയ്യും. നമുക്ക് ആരെ ആശ്രയിക്കാൻ വേണ്ട. അത് കൂടാതെ നമുക്ക് താറാവുകൾ മുട്ടയിടുന്നതാണ്. ഇത് ഈ മൂലക്ക് വന്ന് 3 താറാവുണ്ടേ, അല്ലാതെ 2 താറാവേ മുട്ടയിടുകയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ആദ്യക്കൂട്ടൻ ഇടയ്ക്കുന്നുള്ള ചിഹ്നത്തിൽ കയറും. ആദ്യക്കൂട്ടൻ ഈ കോഴി, താറാവ്, പൂച്ച എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുങ്ങളോട് പുറകെ നടക്കണം, അതുങ്ങൾ ഓടിക്കണം, അതുങ്ങൾക്ക് ഫുഡ് കൊടുക്കണം. അതിങ്ങനെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു മൃഗസ്നേഹിക്കുട്ടിയാണത്. ഇനി കോഴികളെ ഒന്ന് പിടിക്കണം, നമുക്ക് വെള്ളം കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഈ ബോക്സിലാണ് ഇപ്പോൾ ഞങ്ങൾ വെള്ളം വെച്ച് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഈ നിപ്പിൾ ടൈപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഇതിങ്ങ് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കിട്ടാത്ത പോലെ തോന്നും. കാരണം നമുക്ക് വെള്ളം കിട്ടുമ്പോൾ ഈ കൊത്തുമ്പോൾ ഓരോ തുള്ളി വെള്ളമല്ലേ കിട്ടുന്നത്. അതിനേക്കാളും കുറച്ചുകൂടി സംതൃപ്തിയോടുകൂടി താറാവിനാണെങ്കിലും കോഴിക്കാണെങ്കിലും നിറച്ച് കുടിക്കാൻ പറ്റിയത് ഇതുപോലത്തെ ഒരു പാത്രമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇതിലേക്ക് വെച്ചത്. നമ്മൾ 2-3 ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തീറ്റപ്പാത്രം കണ്ടില്ലേ, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെയും പാത്രമുണ്ട്. നമ്മൾ പൈപ്പ് വഴി കണക്ട് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞാൽ കറക്റ്റ് വെള്ളം വന്നത് അതുപോലത്തെ ഉണ്ടാകും. പിന്നെ പൈപ്പ് വഴി നമ്മൾ കണക്ട് ചെയ്ത് നിപ്പിൾ ടൈപ്പ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്താണ്. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി അതുങ്ങൾക്ക് കൊത്തി കുടിക്കാനും നമുക്ക് സംതൃപ്തി തോന്നുന്നത് ഇതുകൊണ്ടായതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ഇവിടെ പൈപ്പ് തന്നെയുണ്ട്. ഈ ഓസി കൂടിയിട്ട് ആ ബോക്സിൽ ഡെയിലി കണ്ട് നിറച്ച് വെച്ച് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ല ശുദ്ധമായ കുടിവെള്ളം നമ്മൾ കുടിക്കുന്ന വെള്ളം തന്നെയാണ് കേട്ടോ കോഴിക്കും കൊടുക്കുന്നത്. ഇനിയാണെന്ന് വെച്ചാൽ ഇവിടെ മുറ്റവും ചാർക്ക് വാരി കൂട്ടിയതാണ്. അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ താറാവ് കുട്ടങ്ങന്മാർ. കോഴികൾ ഇപ്പം നമ്മൾ തുറന്നാണ് വിടുന്നത്. അപ്പോൾ രാത്രിയാകുമ്പോൾ ഇതിലേക്ക് കയറ്റും. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള പണിയെന്ന് വെച്ചാൽ ഈ കൂട് കുറച്ച് ദിവസങ്ങളായി അടിച്ച് വാരിയിട്ടില്ല. അപ്പം നല്ല ചവറ് വീണുണ്ട്. ചവറ് നമ്മൾ മേളിൽ നെറ്റിട്ടിട്ടുണ്ടെങ്കിലും വെച്ചാൽ വല കെട്ടിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെയുള്ള ചവറ് അതിൻ്റെ അകത്ത് വീഴുന്നുണ്ട്. നെറ്റിട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നുമല്ല, നല്ല ചവറുണ്ടാവും. നല്ല ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല. ഇതുപോലെ നെറ്റിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ചവറും. ഈ കൂടൊക്കെ ഇതുപോലെ നമ്മൾ ആദ്യമേ കോഴിക്ക് ഇങ്ങനെ കയറി ഇരിക്കാൻ വേണ്ടിയൊക്കെ കൂട് സെറ്റാക്കി കൊടുത്താണ്. പക്ഷേ അതിൻ്റെ അടിയൊക്കെ ദ്രവിച്ച് പോയി. അപ്പോൾ പിന്നെ ഇവർ എവിടെയെങ്കിലൊക്കെ കയറി ഇരുന്നോളും. മഴക്കാലത്തും കുഴപ്പമില്ല, വേനൽക്കാലത്തും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്കിന്ന് അടിച്ച് വാരണം. അപ്പോൾ കൂടുതലും ഇതിൻ്റെ അകത്ത് ക്ലീൻ ആക്കലും അടിച്ച് വാരലും നൗഫുമാണ്. ഞാൻ അടിച്ച് വാരൽ കുറവാണ്. ഇതാണ് ഇപ്പം നമ്മുടെ കൂടിൻ്റെ അവസ്ഥ. ഈ കൂട് ശരിക്കും പുറത്ത് വെച്ചാണ്. അപ്പം കോഴികൾക്ക് കയറാൻ വേണ്ടി മുട്ടയുടെയൊക്കെ ചെയ്യാൻ വേണ്ടി അകത്തെടുത്ത് വെച്ചു. പക്ഷെ അങ്ങനെ കുറേ നാളായിരിക്കണോണ്ട് അത് ദ്രവിച്ച് പോയി. അപ്പോൾ ഇനിയുള്ളത് പണി നൗഫിൻ്റെയാണ്. അതെന്താണ് നൗഫ് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ അകത്ത് ഭയങ്കര അലർജി. എനിക്ക് അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ അപ്പം തുമ്മൽ തുടങ്ങും. തുമ്മിക്കഴിഞ്ഞാൽ മൊത്തം ഒരു ചൊറിച്ചിലും ബഹളും, ആകെപ്പാടെ ഒരു അലർജി കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് അധികം നേരം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ചവറ് നല്ല അധികമൊന്നുമില്ല. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കടിച്ച് കളയുന്നു. അപ്പോൾ അടിക്കുമ്പം കട്ട ഉൾപ്പെടെ പിന്നെ ചെറിയ കട്ടയൊക്കെ ഉണ്ടാവുമല്ലോ, അതുൾപ്പെടെ അടിച്ചങ്ങോട്ട് ക്ലീൻ ആക്കി അങ്ങോട്ട് കളയും. അപ്പോൾ എപ്പോഴും നമുക്ക് കൂടെ നല്ല ക്ലീനായിട്ട് കിടന്നോളും. വേറെ അഴുക്കൊന്നും ഇപ്പോൾ ഒരുപാട് ചവറൊന്നും വീഴാനില്ലാത്തതുകൊണ്ട് ഡെയിലി അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരാഴ്ചയിലൊക്കെ അടിച്ച് ക്ലീൻ ആക്കിയാൽ മതി.
അപ്പോൾ അടിച്ചില്ലെങ്കിൽ കുറേ കളയുമ്പോൾ ഒരുമാതിരി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടിച്ച് ക്ലീൻ ആക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട നല്ല പോലെയൊക്കെ അടിച്ച് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കോഴികളെന്ന് വെച്ചാൽ കോഴി ഇഷ്ടംപോലെ കോഴിയുണ്ടായിരുന്നു. ഒരുപാട് ഫാൻസി കോഴികളും വെറൈറ്റി കോഴികളും കരിങ്കോഴിയും അതുപോലെ സിൽവർ ലൈസും പിന്നെന്തൊക്കെയായിരുന്നു മറന്നുപോയി എന്തൊക്കെയാണെന്നുള്ളത്. അങ്ങനെ ഇപ്പം ഇതിൻ്റെ അകത്ത് കിടക്കണ തന്നെ 3-4 ഐറ്റംസ് കോഴികൾ കിടപ്പുണ്ട്. പക്ഷെ അതിൻ്റെ കറക്റ്റ് പേര് വെച്ചാൽ എനിക്കറിയത്തില്ല. അപ്പം നൗഫൂന് അറിയാം അതിൻ്റെ പേരൊക്കെ വെച്ചാൽ. ഇപ്പം മുട്ട എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ആ മുട്ടയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട താറാമുട്ടയ്ക്ക് എന്തായാലും ഡെയിലി ഇതെടുത്ത് പോരും. ഈ തുറന്നിട്ടിട്ട് പോകുന്ന കാരണം ചില സമയത്ത് കാക്കയും ഉപ്പനൊക്കെ കയറി നമ്മുടെ മുട്ട എടുത്ത് കുടിച്ച് കളയും. അപ്പോൾ നമുക്ക് തുറന്നിട്ടിട്ട് അതിൻ്റെ അകത്ത് നിന്ന് മുട്ട എടുക്കാതിരിക്കാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെ എല്ലാ ദിവസവും മുട്ട എടുക്കും. ഇപ്പം മുട്ടയൊക്കെ കുറവാണ്. എന്നാലും അത്യാവശ്യം മുട്ട നമുക്ക് വീട്ടിലെ ആവശ്യത്തിലുള്ള മുട്ടയൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഈ ചവറെല്ലാം ഇതുപോലെ ചാക്കിലാക്കിയിട്ട് കൊണ്ടുപോയി കളയാണ് ചെയ്യണത്. പിന്നെ കോഴിക്കാട്ട നല്ല വളമാണ്. നമുക്ക് തെങ്ങിൻ്റെ ചുവട്ടിലോ എന്തിൻ്റെങ്കിലൊക്കെ ചുവട്ടിലും ചെടികൾക്ക് ചുവട്ടിലും ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് വളമാണ്. അപ്പം അങ്ങനെയും ഇടാം. അപ്പം നൗഫ് കൈ കൊണ്ടൊക്കെ ഉണ്ടാവാറുള്ളത്. നൗഫിന് ഗ്ലൗസൊന്നും ഉണ്ടായിരുന്നു. കൈ കൊണ്ട് സോപ്പിട്ട് പോയി കഴുകി എടുക്കും. അപ്പം പിന്നെ നമ്മുടെ ഷോപ്പിലും ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ ഇതിനെ കൊണ്ടാണ് കേട്ടോ ഉപജീവനം കഴിയുന്നത്. കാരണം നമുക്ക് പെറ്റ് ഷോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെറ്റ് ഷോപ്പാണ്. അപ്പോൾ നമ്മുടെ കടകളിലും ഒക്കെ ഇതുപോലെ കോഴികളുണ്ട്, ഫാൻസി കോഴികളുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങളുടെ കോഴിക്കുട്ടന്മാരെ? കോഴികൾക്ക് പ്രത്യേകിച്ച് പേരൊന്നും ഞങ്ങൾ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ കോഴിക്കുട്ടന്മാരെ തന്നെ വിളിക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നാടൻ കോഴികളും ഉണ്ട്, അതുപോലെ തന്നെ വേറെ ഫാൻസി ഐറ്റംസ് കോഴികളും ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടി അപ്പോൾ ഇപ്പോൾ കുറച്ച് മുട്ട ഇടുന്നവർ കുറച്ച് പേരേ ഉള്ളൂ. അല്ലാത്തവരൊക്കെ കുറച്ചായി വരുന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ പൂവൻ കോഴി കുറച്ചുണ്ട്. പൂവൻ കോഴിയൊക്കെ നമുക്ക് വളർത്തി വിൽക്കാനൊക്കെ വേണ്ടി കടയിലൊക്കെ ഷോപ്പിലൊക്കെ എടുക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള കോഴി തന്നെ ഉണ്ടാകുമ്പോൾ വേറെ ഇഞ്ചക്ഷനോ ഒന്നും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.